ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരു എക്സിറ്റ് പോളിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ പോലും ഒരു പോസിബിൾ സിനാരിയോ ഇപ്പോൾ കഴിഞ്ഞ 2 എക്സിറ്റ് പോളുകൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് അത്ര വലിയ സീറ്റ് കൂടുതൽ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. പ്രവചിച്ചപ്പോൾ 2014 പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത്. 2019 പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രവചനത്തിനൊരാൾ അത്ര എത്തിയെന്ന് വരില്ലായിരിക്കാം, പക്ഷേ എങ്കിലും ഒരു ട്രെൻഡ് ഏതാണ്ട് എൻ ഡി എക്ക് അനുകൂലമാണ് എന്ന് നമ്മൾ എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടി വരില്ലേ? അപ്പോൾ ഇപ്പോൾ സി സത്യൻ സൂചിപ്പിച്ചൊരു പ്രിപ്പയർഡ്നെസ്, നേരത്തെയുള്ള തയ്യാറെടുപ്പുകൾ, അടിത്തട്ടിലുള്ള വർക്ക്, പണം, ഇതൊക്കെ ബി ജെ പിയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതിനോടൊന്നും മാച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ജനങ്ങൾക്കുള്ള നീരസം, ഭരണവിരുദ്ധ വികാരം, ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആണ് പ്രതിപക്ഷം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ. ആ യാഥാർത്ഥ്യം ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നുണ്ടാവില്ലേ? ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് ബി ജെ പിക്ക് അഡ്വാൻറ്റേജ് എന്നുള്ളത് എന്താണ്? ബി ജെ പിക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ ഉള്ളിൽ ബി ജെ പി എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ്. സംഘപരിവാറിന് ഒരുപാട് പാർട്ടികളല്ല, സംഘടനകളുണ്ട്. അതിൽ ആർ എസ് എസിൻ്റെ അജണ്ട രാഷ്ട്രീയമായി നടപ്പിലാക്കേണ്ട കടമയാണ് ബി ജെ പിക്കുള്ളത്. അതിന് സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് മറ്റ് സംഘടനകളുടെ സഹായവുമുണ്ട്. അതായത് ഒരു മദർ ഓർഗനൈസേഷൻ ഉണ്ടാവുക, അതിൻ്റെ ഐഡിയോളജി പ്രായോഗികമായി രാഷ്ട്രീയമായി നടപ്പിലാക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തുക, മറ്റെല്ലാ സംഘടനകളും രാഷ്ട്രീയമോ സാംസ്കാരികമോ സാമ്പത്തികവുമായിട്ട് എല്ലാ പിന്തുണകളും കൊടുക്കുന്ന ഒരു വലിയ ഒരു സിസ്റ്റമാണ് ഈ സംഘപരിവാർ എന്നുള്ളത്. ആ ഒരു സിസ്റ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചെറിയ തോതിൽ മാത്രമുള്ള, ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിക്കുമില്ലാത്ത ഒരു പ്രത്യേകത ബി ജെ പിക്കുണ്ട്. അതാണ് ബി ജെ പിയെ മറ്റു കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതായത് ഒരു ഐഡിയോളജിക്കൽ ഡ്രിവൻ പാർട്ടിയാണ്. അതിന് നടപ്പിലാക്കാനുള്ള എല്ലാ രീതിയിലും സജ്ജമായ ഒരുപാട് സംഘടനകളുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ബി ജെ പിയെ നേരിടുക എന്നുള്ളത് രാഷ്ട്രീയമായി മാത്രം നേരിടുക എന്നുള്ളതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പോയാൽ പോലും സംഘപരിവാറിൻ്റെ പല അജണ്ടകളും നടപ്പാക്കാൻ പറ്റുന്ന ചില കേന്ദ്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം അവർ വളരെ മെനക്കെട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിലൂടെ ഒരുപക്ഷെ രാഷ്ട്രീയ അധികാരമില്ലെങ്കിലും സംഘപരിവാറിൻ്റെ അജണ്ടകൾ വളരെ മനോഹരമായി നടത്താൻ പറ്റാവുന്ന ഒന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് മാച്ച് എന്ന് പറയുന്നത് ബി ജെ പി മാത്രമാണ്. കാരണം അതിൻ്റെ പക്ഷേ ഇപ്പുറത്തുള്ളത് ജനങ്ങൾ എന്നുണ്ടല്ലോ. ഏത് സംഘടനാ ശക്തിക്കും ഏത് ഐഡിയോളജിക്കും അതിജീവിക്കുന്ന ഒന്നാണ് ഈ ജനങ്ങൾ, മാസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുക. അപ്പോൾ ജനങ്ങളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവരും മെറ്റഫോറിക്കലി പറയുന്നതാണെങ്കിലും വലിയ രീതിയിലുള്ള ജനസംഘാടനം, ഒരുപക്ഷെ കർഷക സമരം പോലെ, അല്ലെങ്കിൽ സി എ വിരുദ്ധ സമരം പോലെ, അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന സമരങ്ങളിലൂടെ മാത്രമേ അങ്ങനെ ഒരു ഐക്യം ഉണ്ടാകാൻ പറ്റുള്ളൂ. ഇന്ത്യ മുന്നണി എന്നത് തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉണ്ടായിട്ടുള്ള, അപ്പോൾ അതിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്നത് മാരേജ് ഓഫ് അലയൻസ്. അപ്പോൾ ആ ഒരു സംഭവം മാരേജ് ഓഫ് കൺവീനിയൻസ് എന്നതാണ്. കൺവീനിയൻസ് തൽക്കാലത്തേക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല. തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യങ്ങൾ വേണം. അതിനപ്പുറത്തേക്ക് മറ്റ് മേഖലകളിൽ, സാംസ്കാരിക മേഖലയിൽ, പല സാമ്പത്തിക മേഖലയിൽ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നടക്കുന്ന, ഒരുപക്ഷെ ഭരണത്തിൽ ബി ജെ പി വന്നാലും ഇല്ലെങ്കിലും തുടരുന്നതാണ് ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് തെരഞ്ഞെടുപ്പ് എങ്കിലും അതിൽ അപ്രധാനമല്ലാത്ത മറ്റു മുഖങ്ങളും ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും, തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തായാലും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യം. റൈറ്റ്. ഞാൻ അവസാനം ഒരു തമാശയ്ക്ക് വെച്ചിട്ട്, ഇപ്പോൾ പ്രചാരണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് മഹാത്മാഗാന്ധിയെ റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമയിലൂടെയാണ് ലോകം, അല്ലെങ്കിൽ ഇന്ത്യയും ലോകമൊക്കെ അറിഞ്ഞത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഈ എക്സിറ്റ് പോള് യാഥാർത്ഥ്യമാവുകയും
നരേന്ദ്രമോദി സർക്കാർ 3ാം ടേമിൽ അധികാരത്തിലെത്തുകയും ചെയ്ത ഒരു ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഗാന്ധിയൻ ആദർശങ്ങൾ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ഗാന്ധിയൻ ആദർശങ്ങൾ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു സംവിധാനമൊക്കെ ആവുമോ? ആറ്റൻബറോവിലൂടെയാണ് ഗാന്ധിയെ അറിയുന്നത്. ഒരുപാട് ട്രോളുകളൊക്കെ വന്നത്. പക്ഷെ അതിനപ്പുറം ട്രോളുകൾക്കപ്പുറത്തേക്ക് അതുപോലും അങ്ങനെ ഒരു വാചകൻ പറയാൻ, അങ്ങനെ ഒരു കാര്യം പറയാൻ ഉള്ള പ്രാപ്തിയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് ആണ് അതിൻ്റെ ഏറ്റവും ട്രാജിക്കായിട്ടുള്ള കാര്യം. ഗാന്ധിജിയുടെ വിഭാവനം ചെയ്ത എന്തെങ്കിലും നടപ്പിലാക്കുക എന്നുള്ളതല്ലല്ലോ സംഘപരിവാറിൻ്റെ ലക്ഷ്യം. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഓർമ്മകളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അപ്പം BJP നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ ഗാന്ധി രാമരാജ്യം നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ രാമക്ഷേത്രം നിർമ്മിച്ചതാണ് ഗാന്ധിജിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യുമായിരിക്കും. റൈറ്റ്. എക്സിറ്റ് പോളുകൾ പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ NDAക്ക് കൃത്യമായ ഭൂരിപക്ഷം പ്രവചിക്കുന്നു. ആ ഭൂരിപക്ഷം എക്സിറ്റ് പോളിൻ്റെ യുക്തിയും അയുക്തിയും ഒക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. പ്രവചനങ്ങളിലെ നേരത്തെയുള്ള പരാജയങ്ങൾ നമുക്ക് അറിയാം. ഈ പ്രവചനങ്ങളും ഒരുപക്ഷെ യാഥാർത്ഥ്യവുമായി നേർക്കുനേർ ബന്ധപ്പെടുന്നത് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ പ്രവചനങ്ങളിലെ ചില കാര്യങ്ങളെങ്കിലും പ്രാബല്യത്തിൽ വരാൻ പാകത്തിനുള്ള രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ടായിരുന്നു എന്നുള്ള വസ്തുത നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല.